Similarly, Proverbs 3:24 എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, when you lie down, you will not be afraid. When you lie down, your sleep will be sweet. So ഈ particular verse-ന്റെ esoteric meaning എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, when you lie down എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. സോ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് ഇരുട്ടാവുമ്പോഴാണ്. സോ ഇവിടെ ആ ഇരുട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇരുട്ടെന്ന് പറയുന്നത് ഇവിടെ എസോട്ടറിക്കലി ഉദ്ദേശിക്കുന്നത് വൾനറബിലിറ്റി എന്നാണ്. അപ്പോ ആ ഒരു വൾനറബിലിറ്റി വരുന്ന ടൈമിൽ സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഗോഡ് കോൺഷ്യസ്നെസ്സിനെ ടാപ്പ് ചെയ്യാൻ ഒരു അവസരമാണ് സ്ലീപ്പ്. സോ സ്ലീപ്പ് എന്ന് പറയുന്നത് 2 ടൈപ്പായിട്ട് ഡിവൈഡഡ് ആണ്. സോ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ടൈപ്പാണ് NREM സ്ലീപ്പ്. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഈ ഒരു സ്ലീപ്പ് 3 ഫേസസ് ആയിട്ട് ഡിവൈഡഡ് ആണ്. ആദ്യത്തെ ഫേസിലാണ് നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ കിടക്കുന്നുണ്ട്, പക്ഷെ നമുക്കറിയാം നമ്മൾ ഉറങ്ങിയിട്ടില്ല, നമ്മൾ അവേക്ക് ആണെന്ന്. ഈ ഒരു ടൈമിലാണ് നമ്മളിപ്പോ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ തിരിയുന്നത്. നമുക്ക് നമ്മുടെ മൈൻഡിൽ നമ്മളിങ്ങനെ പറയും, ഷടാ ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മുടെ ബോഡി ഒന്ന് വൈൻഡ് ഡൗൺ ചെയ്യുവാണ്, ഒന്ന് റെസ്റ്റ് മോഡിലോട്ട് പോകാനുള്ള ഇനീഷ്യേഷൻ ആണ് അവിടെ നടക്കുന്നത്. സെക്കൻഡ് ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫേസിലാണ് നമ്മളൊന്ന് ഉറങ്ങുന്നത്. പക്ഷെ ഈ ഒരു ഫേസിൽ വരുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ആരെങ്കിലൊക്കെ ഒച്ച ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വാതിൽ സ്ട്രോങ് ആയിട്ട് അടയ്ക്കുമ്പോഴോ ഒക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നെറ്റി എണീക്കുന്ന ഈ ഒരു സ്ലീപ്പിലാണ്. ഈ ഒരു സ്ലീപ്പില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്റ്റേണലി ഇപ്പൊ എന്തെങ്കിലും നോയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എണീക്കും. മൂന്നാമത്തെ ഫേസിലാണ് നമ്മൾ ആക്ച്വലി ഡീപ്പായിട്ട് സ്ലീപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് ആണ് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നത്, ഡീപ്പായിട്ട് സ്ലീപ്പ് ചെയ്യാനുള്ള ഫേസ്. സോ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു NREM സ്ലീപ്പ് എന്താണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ആക്ച്വലി നമ്മൾ ഫിസിക്കൽ റിപ്പയർ ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ സെൽസ്, നമ്മുടെ സ്കിൻ ടിഷ്യൂസ്, ഇതിനെയൊക്കെ റെജുവിനേറ്റ് ചെയ്യുന്നതാണ് NREM സ്ലീപ്പ്. സോ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്, ആക്ച്വലി നമുക്ക് ഇവിടെ ഏറ്റവും ബെനിഫിറ്റ് വരാൻ പോകുന്ന സ്ലീപ്പാണ് REM സ്ലീപ്പ്. REM സ്ലീപ്പിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. ഈ ഒരു സ്ലീപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഓരോരോ തിയറീസ്, നോളജസ്, റിസർച്ചിങ്, കാൽക്കുലേഷൻസ്, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ സബ് കോൺഷ്യസ്ലി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ ഓരോരോ ഡിഫറെന്റ് വേസ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് കിട്ടാം എന്ന് ശ്രമിക്കുന്ന ഒരു ഫേസ് ആണ് REM സ്ലീപ്പ്. ഈ ഒരു REM സ്ലീപ്പിന്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇപ്പൊ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാവും, ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും, ഫിയർ, ഗിൽറ്റ്, വെറി ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. നമുക്കത് ടാപ്പ് ചെയ്യാനായിട്ട് തോന്നില്ല. നമ്മൾ നേരത്തെ നമ്മുടെ ആ ഫസ്റ്റ് വേഴ്സിൽ പറഞ്ഞ പോലെ നമ്മൾ വൾനറബിൾ ആവുന്ന ഒരു ടൈം, നമ്മൾ ആ ഡാർക്ക്നെസ്സിലാവുന്ന ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ തോന്നില്ല, അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ കിടക്കുമ്പോൾ. അപ്പൊ ആ ഒരു ടൈമിൽ REM സ്ലീപ്പാണ് അതിനെ സഹായിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീംസിലൂടെയാണ്. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ എയറോപ്ലെയിനിൽ നിന്ന് ചാടുന്നത്, നമ്മൾ ആകെ പാനിക്കായിട്ട് നമ്മൾ ആകെ ഒരു ഇമോഷൻ, സർജ് ഓഫ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ആവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ വളരെ ലെസ് ഓവർവെൽമിംഗ് ആയിട്ടുള്ള രീതിയിൽ REM സ്ലീപ്പ് സബ് കോൺഷ്യസ്ലി അതിനെ റിലീസ് ചെയ്യുവാണ്. അതാണ് REM സ്ലീപ്പിന്റെ ഒരു ബെനിഫിറ്റ്. സോ ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇപ്പൊ മാനിഫെസ്റ്റേഷന്റെ കുറെ തിയറീസ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ ഒരു തിയറീസ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇനി പുതിയ തിയറി കേൾക്കണം, പുതിയ തിയറി കേൾക്കണം, ഇങ്ങനെ തിയറി ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഓരോരോ തിയറി കേൾക്കുമ്പോൾ നമുക്കൊരു ഡോപ്പമിനാണ്, നമുക്കൊരു സുഖമാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഒരു സിൻഡ്രോം ഉണ്ട്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഷൈനിങ് ഒബ്ജക്ട് സിൻഡ്രോം. ഈ ഒരു സിൻഡ്രോത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. നമ്മൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യത്തെ നമ്മൾ അപ്ലൈ ചെയ്യാണ്ട് നമ്മൾ വെറുതെ ഓരോരോ തിയറിയിൽ ഇങ്ങനെ ഡോപ്പമിൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ ഇപ്പോൾ വിശ്വസിക്കും നമ്മൾ കുറെ, ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഞാൻ നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നോക്കുന്നത്, അപ്പൊ ഇതെങ്ങനെ എന്നെ ബാധിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
എല്ലാത്തിനും ഒരു പ്രോപ്പർ ലിമിറ്റ് ഉണ്ട്. നമ്മൾ അതിൽ അഡിക്റ്റീവ് ആവുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതിപ്പോ നോളജ് ആണെങ്കിൽ പോലും. സോ നോളജ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അത് മനസ്സിലാക്കുകയും വേണം, അതേപോലെ അത് പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യണം. സോ അവിടെയാണ് REM സ്ലീപ്പ് നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പൊ പലർക്കും ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാം. ചില മാനിഫെസ്റ്റേഷൻ തിയറീസ് ഒക്കെ കേൾക്കുമ്പോൾ അവർ ആ ദിവസമൊക്കെ ചിലപ്പോൾ ആലോചിക്കും, ഷെടാ ഇത് എങ്ങനെയാണ്, ഇത് എനിക്കൊരു കൺഫ്യൂഷൻ വരുന്നല്ലോ, അത് കണക്ട് ആവുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ഓരോരോ ഡൗട്ടുകൾ വരാം. ആദ്യമായിട്ട് നമ്മൾ ഓരോരോ തിയറീസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കോഗ്നിറ്റീവ് ഡിസണൻസ് സംഭവിക്കും. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ REM സ്ലീപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തെ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ സബ് കോൺഷ്യസ്ലി അതിന്റെ സൊല്യൂഷൻ നമുക്ക് നൽകും. അതുപോലെ തന്നെ ഇപ്പൊ ലോ ഫ്രീക്വൻസി ഇമോഷൻസിനെ വളരെ ഈസി ആയിട്ട് അത് റിലീസും ചെയ്യുന്നുണ്ട്. സോ അത് നമ്മുടെ മാനിഫെസ്റ്റേഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ഡേ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആണ്. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വളരെ മോശപ്പെട്ട ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ വളരെ ഒരു മോശം ഇമോഷൻ വരുന്ന ഒരു ടൈമിൽ നമ്മളൊന്ന് ജസ്റ്റ് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മൾ വളരെ റിഫ്രഷ്ഡ് ആവും. സോ അത് നമ്മളെ റിലാക്സ്ഡ് ആക്കുന്നു. നമുക്കറിയാം റിലാക്സേഷൻ കീ ആണ് മാനിഫെസ്റ്റേഷൻ. സോ അത് അങ്ങനെ മാനിഫെസ്റ്റേഷനെ സഹായിക്കും. അപ്പൊ നമുക്ക് വരുന്ന വേറൊരു ഡൗട്ടാണ്, നമ്മൾ ഉറങ്ങിയാൽ മാത്രമാണോ നമുക്ക് നമ്മുടെ ഇമോഷൻ വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോരോ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് ലഭിക്കുന്നത്? അതിന്റെ ആൻസർ ഒബ്വിയസ്ലി നോ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടോ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ഒരു റൈറ്റ് ഫ്രീക്വൻസി ഉള്ള വ്യക്തി ചെയ്യേണ്ടത്. സോ ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് അതൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇപ്പൊ ഒരു വ്യക്തി അയാളുടെ 2 കൈകളിലും 30 കിലോഗ്രാം പിടിച്ച് നടക്കുകയാണ്. അതേ വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ 20 കിലോഗ്രാം പിടിച്ച് നടന്നു. അപ്പൊ അയാൾക്ക് ഡെഫിനറ്റ്ലി 30 കിലോഗ്രാം ഹാർഡാണ്. പക്ഷെ അയാൾ 20 കിലോഗ്രാം എടുത്തപ്പോ 30 കിലോഗ്രാം അയാൾ ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് 20 കിലോഗ്രാം കുറച്ചും കൂടെ ഈസിയാണ്. അപ്പൊ അതുപോലെയാണ് നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇപ്പോ എന്താ പറയാ, ഇത്രയും ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, തിയറീസ്, മാനിഫെസ്റ്റേഷൻ തിയറീസ് ഒക്കെ നമ്മുടെ തലയിലുള്ളപ്പോ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ അത് വളരെ ഈസിയായി, ആ ഒരു 20 കിലോഗ്രാം പോലെയാണ്, വളരെ ഈസി ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് ഇങ്ങനെ അതിനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചില ടൈമിൽ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ ഇങ്ങനെ വരും, ഓരോരോ കാൽക്കുലേഷനും അതും ഇതുമൊക്കെ. അപ്പൊ അതെന്ന് പറയുന്നതാണ് 20 കിലോഗ്രാം. നമ്മൾ പക്ഷെ ഇപ്പോ ഉറങ്ങാതെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു ടഫ് കാര്യമല്ലെങ്കിലും നമ്മൾ അതിന് എഫേർട്ട് ഇടണം. സോ ഇവിടെ ഉറങ്ങുമ്പോൾ നമുക്കൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ആണുള്ളത്. നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി കുറച്ചും കൂടെ ഈസി രീതിയിൽ ഇപ്പോ നമ്മുടെ ലോ ഫ്രീക്വൻസി ഇമോഷൻസ് ഒക്കെ വെന്റ് ഔട്ട് ചെയ്യാനും നമ്മുടെ കൺഫ്യൂഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനും കുറച്ചും കൂടെ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ആണ് സ്ലീപ്പ് നമുക്ക് നൽകുന്നത്. സോ നമുക്ക് ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ മൈൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, മൈൻഡ് ഇസ് വെരി പവർഫുൾ, മൈൻഡ് കൊണ്ടും ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടെ ഇതേപോലത്തെ സ്ലൈറ്റ് അഡ്വാൻറ്റേജസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതൊരു ഹൈ ഫ്രീക്വൻസിയുടെ ഒരു സൈനുമാണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർഡ് റിയാലിറ്റി നേടിയെടുക്കാൻ പറ്റുകയും. താങ്ക് യു.